ചന്ദ്രമാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രവും രണ്ടാമത്തേത് വൈശാഖവുമാണ്. രണ്ടും ചേർന്ന ഋതുവാണ് വസന്തം. പ്രകൃതി പൂക്കളാൽ അലങ്കൃതമാകുന്ന ഈ കാലം അത്യന്തം പുണ്യകരമായ കാലമായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ കഥയമമ്മ വൈശാഖ മാസ വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ഭാരതീയരെ സംബന്ധിച്ച്, സനാതന ധർമ്മ വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ വിശേഷപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വൈശാഖ മാസമാണ്. നമുക്ക് നിരവധിയായിട്ടുള്ള പുണ്യകാലങ്ങൾ മഹാത്മാക്കളായിട്ട് ചിട്ടപ്പെടുത്തിയത് നമ്മൾ ആചരിക്കാറുണ്ട്. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള മഹാത്മാക്കളുടെ പ്രയത്നം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള രാമായണ മാസക്കാലം, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൃശ്ചിക മാസക്കാലം അല്ലെങ്കിൽ മണ്ഡലകാലം, അതും അല്ലെങ്കിൽ ഭഗവതിയെ ആരാധിക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന നവരാത്രിക്കാലം. ഇങ്ങനെ ആരാധനയ്ക്കായിട്ട് പല പല സമയങ്ങൾ മാറ്റിവെക്കുന്ന ഒരു പാരമ്പര്യം സനാതന ധർമ്മത്തിലുണ്ട്. അങ്ങനെ ഭഗവാനെ ആരാധിക്കാനായിട്ട് വിശേഷപ്പെട്ട അവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും ഔന്നത്യത്തിലുള്ളൊരു സമയമാണ് ഈ വൈശാഖ മാസം അല്ലെങ്കിൽ മാധവ മാസം. ആ പേരിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ സമയത്ത് ആരെയാണ് ആരാധിക്കേണ്ടതെന്ന്. ഈ സമയം വിഷ്ണുവിനെ ആരാധിക്കാൻ, ഗുരുവായൂരപ്പനെ ആരാധിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് വൈശാഖ മാസം. അതും ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ലക്ഷ്മി സമേതനായിട്ട്, ലക്ഷ്മി നാരായണ ഭാവത്തിലാണത്രേ ഈ സമയത്ത് ഭഗവാനെ ആരാധിക്കേണ്ടത്. അതിനൊരു വ്രതചര്യ രീതി പൊതുവിൽ ഭാരതത്തിൽ അവലംബിച്ച് പോരാറുണ്ട്. ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് വൈശാഖ മാസത്തിലുള്ള വ്രതം എങ്ങനെയായിരിക്കണമെന്നും ആ വ്രതത്തിൻ്റെ ഒരു സിദ്ധി എന്തൊക്കെയാണ് ആ വ്രതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുമാണ്. വൈശാഖ മാസത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ലഘുവായിട്ട് വിചാരം ചെയ്യാം. അതിലൊന്നാമത് സ്നാനമാണ്. സ്നാനത്തിന് വളരെയധികം പേര് കേട്ടൊരു മാസമാണ് വൈശാഖ മാസം. ഇപ്പം നമ്മൾ കുംഭമേളയൊക്കെ നടക്കുന്ന സമയത്ത് ആ സമയത്ത് സ്നാനം ചെയ്യുന്നത് ഗംഭീരാണ് എന്ന് പൊതുവിൽ പറയാറുണ്ടല്ലോ. അതുപോലെ വൈശാഖ മാസത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിലുള്ള സ്നാനം, അതേത് നദിയോ ആയിക്കോട്ടെ, ഭാരതത്തിലുള്ള പുണ്യനദികളുടെ ഒക്കെ തന്നെ സാന്നിധ്യം നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള നദികളിൽ പോലും ബ്രാഹ്മമുഹൂർത്തത്തിൽ വൈശാഖ മാസത്തിൽ ഉണ്ടാവും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ജലാശയമാണെങ്കിലും അവിടെ പോയിട്ട് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ഭാരതത്തിലെ വിശേഷപ്പെട്ട പുണ്യനദികളിൽ സ്നാനം ചെയ്ത പുണ്യം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സ്നാനത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. രണ്ട്, ഈ വ്രതചര്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് സാധിക്കുന്ന തരത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. എന്തൊക്കെയാണ് ദാനം ചെയ്യാൻ സാധിക്കുക? പൂർവികന്മാർ പറയുന്നത് ഏറ്റവും ലഘുവായിട്ടുള്ള വസ്തുക്കൾ കൊടുത്താലും മതി എന്നാണ്. സാധിക്കുന്ന സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടെ കഴിവിൽ നിന്നുകൊണ്ട് ദാനം ചെയ്യുക. അല്ല, സാധാരണക്കാരാണെങ്കിൽ എന്തൊക്കെ കൊടുക്കാൻ സാധിക്കും? ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് തണ്ണീർപ്പന്തലുകൾ സൃഷ്ടിക്കുന്ന രീതി പണ്ട് കാലത്ത് വൈശാഖ മാസത്തിൽ ഉണ്ടായിരുന്നതാണ്. ഈ സമയം ഞാൻ പറയാതെ തന്നെ അറിയാം, വലിയ രീതിയിൽ ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ വഴിയാത്രക്കാർക്ക് ഛത്രം അഥവാ കുട ദാനം ചെയ്യുന്ന രീതി പണ്ട് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അവശരായിട്ടുള്ള, വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് നമ്മളാൽ സാധിക്കുന്ന ഔഷധങ്ങൾ ദാനം ചെയ്യുക, മരുന്നുകൾ വാങ്ങിക്കൊടുക്കുക. ഇതും വളരെ പ്രാധാന്യമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഈ വൈശാഖ മാസത്തിൽ ഉൾപ്പെടെ ദാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത്. സ്നാനവും ദാനവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പുരാണ ശ്രവണത്തിനാണ്. വൈശാഖ മാസത്തിൽ ഏതെങ്കിലും ഒരു പുരാണം നിത്യേന നമ്മൾ കേട്ടിരിക്കണം എന്നുള്ളതാണ് വിധി. ഏത് പുരാണം വേണമെങ്കിലും ആവാമെങ്കിലും കുറച്ചുകൂടെ പ്രാധാന്യം ഈ സമയത്ത് കൊടുക്കുന്നത് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് സാക്ഷാൽ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലെ കഥകൾ കേൾക്കുന്നത് ഏറെ വൈശിഷ്യാണ് എന്ന് മഹാത്മാക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസക്കാലത്തിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ, അത് ഏത് തന്നെ ആയിക്കോട്ടെ, മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണെന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് ക്ഷേത്രങ്ങളിലും ഈ സമയത്ത് ശ്രീമദ് ഭാഗവത സപ്താഹങ്ങൾ വലിയ തരത്തിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ കാരണം കൊണ്ടാണ്. സജ്ജനങ്ങൾക്ക് ഈ വേദത്തിൻ്റെ അംശമുള്ള ശ്രീമദ് ഭാഗവതത്തെ ഈ സമയത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഭാഗവത സപ്താഹങ്ങൾ സംഘടിപ്പിക്കുന്നതിന് പുറകിലുള്ള ഉദ്ദേശശുദ്ധി. ഇപ്പോൾ ഭഗവാന്റെ പുരാണങ്ങൾ കേൾക്കാനും ഈ സമയം ഏറ്റവും അനുയോജ്യമാണ്. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വ്രതരീതിയാണ് നാമജപത്തിൻ്റെ രീതി. ഒരു ദിവസം ഒരു നാമമെങ്കിലും
ഗുരുവായൂരപ്പൻ്റെ പൂന്താനം പറയുന്നത് പോലെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും നാരായണ എന്ന് ജപിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം എന്നാണ്. നാമജപത്തിനും ഈ സമയത്ത് വലിയ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ സ്നാനമുണ്ട്, ദാനമുണ്ട്, പുരാണശ്രവണമുണ്ട്, ഒപ്പം തന്നെ നാമജപമുണ്ട്. ഇത് നാലും ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന വ്രതാനുഷ്ഠാനത്തിൻ്റെ എല്ലാ രീതികളും ഒപ്പം കൊണ്ടുപോകുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ വൈശാഖ മാസത്തിലെ വ്രതരീതി എന്ന് വെച്ചാൽ ഏറ്റവും സാത്വികമായിട്ടുള്ള ആഹാരം മാത്രം കഴിക്കുക, കൃത്യമായിട്ടുള്ള ബ്രഹ്മചര്യ വ്രതം സാധിക്കുമെങ്കിൽ നമുക്കത് ശീലിക്കാൻ സാധിക്കുമെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇങ്ങനെ സാധാരണ ഒരു വ്രതരീതിയിൽ നമ്മൾ എന്തൊക്കെയാണോ സാധാരണ ശീലിക്കാറുള്ളത് അത് ഇതിൻ്റെ കൂടെ കൊണ്ടുപോവുക. പക്ഷേ ആ വ്രതരീതി പിന്തുടരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 4 കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നാണ്. നിരന്തരമായിട്ടുള്ള സ്നാനം, ഒപ്പം തന്നെ ഭഗവാന്റെ പുരാണ കഥകളുടെ ശ്രവണം, ഒപ്പം ഏറ്റവും നല്ല രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക. ഭഗവാനെ എത്രത്തോളം നാമസങ്കീർത്തനം കൊണ്ട് സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം സന്തോഷിപ്പിക്കുക. ഇത് ആ വ്രതത്തിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി വ്രതരീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ വന്നാൽ പോലും ഒരു കാരണവശാലും ഈ 4 കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല എന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. അങ്ങനെ ഒരു മാസക്കാലം ലക്ഷ്മി നാരായണനെ ആരാധിച്ചാൽ എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടും എന്നാണ് വൈശാഖ മാസത്തിൻ്റെ ഫലസിദ്ധിയായിട്ട് പറയണത്. വിദ്യ വേണ്ടവർക്ക് ഏറ്റവും നല്ല അളവിൽ ഭഗവാൻ വിദ്യാഗോപാല മന്ത്രാർച്ചനയിലൂടെ വിദ്യ കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് വിദ്യ ലഭിക്കുന്നു. മംഗളകാരകനായിട്ടുള്ള ഭഗവാൻ ഏറ്റവും നല്ല ജീവിത പങ്കാളിയെ അനുയോജ്യരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു. ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ സമ്പത്ത് വേണ്ട ആളുകൾക്ക് കൊടുക്കുന്നു. അങ്ങനെ പുരുഷാർത്ഥങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണോ ഒരു മനുഷ്യായുസ്സിൽ ആവശ്യമായിട്ടുള്ളത് അത് മുഴുവൻ ഈ വൈശാഖ മാഹാത്മ്യത്തിലൂടെ, വൈശാഖക്കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വ്രതരീതിയിലൂടെ നമുക്ക് സായത്താക്കാൻ സാധിക്കും എന്നാണ്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ വൈശാഖ മാസത്തിൻ്റെ വ്രതത്തിൻ്റെ ഭാഗമാവുക. ഒപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളെയൊക്കെ വൈശാഖ മാസ വ്രതം എടുക്കാൻ അവരെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എടുക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളൊക്കെ തന്നെ വൈശാഖ മാഹാത്മ്യം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.